ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ മോർണിംഗ് വേൾഡ്. അപ്പം ഞാൻ വന്നേക്കുന്നതോ പകുതി മുക്കാൽ റെഡിയാക്കി വെച്ച മുല്ലപ്പൂവാണ്. ഇത് ടിഷ്യൂ പേപ്പേഴ്സ് വെച്ചിട്ടാണ് പകുതി വീഡിയോസിലും കാണിക്കുന്നത്. പക്ഷെ എൻ്റെത് മാത്രം ഡിഫറെൻ്റ് ആണ്. പേപ്പർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് മുഴുവനും. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് തന്നെ നമുക്കിതാ ഇങ്ങനെയുള്ള ചെറിയ പേപ്പേഴ്സൊക്കെ ഒന്ന് മടക്കിയിട്ട് ഇത്ര ചെറുതായിട്ട് ആക്കിയെടുക്കണം. എന്നിട്ട് കുറച്ചും കൂടി വലിപ്പമുള്ളത് ഒരു പേപ്പർ എടുത്ത് അതിൻ്റെ നടുവിൽ വെച്ചിട്ട് ഒന്ന് പിരിച്ചെടുത്തതായി ഇങ്ങനെ ആക്കിയെടുക്കാം. കണ്ട് ഗൈസ്, കളറാണ് കൈ നിറച്ചു. ഗൈസ് ഇങ്ങനെ ആക്കിയെടുക്കാം. അതുപോലത്തെ 4 ഞാൻ ഇവിടെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ 4. നമുക്കിതൊക്കെ ഇതിലോട്ട് ഒരു സ്ഥലത്തോട്ട് മാറ്റി വെക്കാം. അതുപോലെ ഇതെല്ലാം ഫോൾഡ് ചെയ്യാം. ഗൈസ്, നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ കൂടി വരുന്നുണ്ട്. ഇപ്പോൾ തീരെ സബ്സ്ക്രൈബ് ചെയ്യുന്നൊന്നും ഞാൻ കാണില്ല. ആകെപ്പാടെ ഇപ്പോൾ 130 അല്ലെങ്കിൽ 120 അത്രേ ഉള്ളൂ. അപ്പം എല്ലാവരും കൂടി ഒന്ന് സഹകരിച്ചാൽ നമുക്ക് 1K അടിക്കാം. എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യണം ഫ്രണ്ട്സിനൊക്കെ. ഈ കളറാണ് നമുക്ക് ഇവിടെ ഇതിൻ്റെ മുല്ലപ്പൂവിൻ്റെ വേക്കിലോട്ട് അടിക്കാനുള്ളത്. യെസ്, അമ്മയും മാനും കൂടി നല്ല അടിയിലാണ്. എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. കണ്ടോ വയസ്സ് പറയുന്നുണ്ടാവും. ഗൈസ്, ഇത് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ ഒരു ക്രാഫ്റ്റാണ്. എങ്ങനെയുണ്ട് എന്ന് പറയാം. ഗൈസ് ഇതാ ഗൈസ്, നമ്മൾ ഇങ്ങനെ കുറച്ചെണ്ണ ഇതുപോലത്തെ കുറച്ചെണ്ണം ഇതാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മുടെ മനുവിനിപ്പോൾ ഒരു വയസ്സ് 1.5 വയസ്സായിട്ടുണ്ട്. ഒരു ഫുള്ള് സംസാരമാണ്. ഇത് കഷ്ടമാണ്. പിന്നെ ഗൈസ്, നമ്മളെ ഇവിടെ അടുത്തുള്ള പോലൂർ അമ്പലം സുബ്രഹ്മണ്യൻ്റെ അമ്പലമാണ്. അപ്പോൾ ഈ വരുന്ന 24-ാം തീയതി മുതൽ 30-ാം തീയതി വരെയാണ് ഇവിടെ ഉത്സവമുണ്ട്. അപ്പം അടുത്തുള്ളവരിത് കാണുന്നുണ്ടെങ്കിൽ വരിക. മീൻസ് കോഴിക്കോട് ജില്ലയിലാണ്. അപ്പം വരാൻ പറ്റുന്നവരൊക്കെ വരിക. ഒക്കെ
കാണാം. 7 ദിവസത്തെ അടിപൊളി പരിപാടിയാണ്. നമ്മളിങ്ങനെ ഇങ്ങനെ ആക്കിയെടുക്കുന്നു. Next guys, the last one. ഇനി ലാസ്റ്റ് വന്ന പേപ്പറാണ് 4 അപ്പം നമ്മളൊന്ന് ചുരുട്ടി കൊടുക്കാം. അതിൽ 2 റൗണ്ട് ആക്കുന്നുണ്ട്. സോറി ഗൈസ്, 5 എണ്ണം. ഇത്ര ആക്കിയെടുത്തു. നമുക്ക് ഇതിൽ കളറാണ് സ്റ്റേഡ്. അപ്പം ഞാൻ ഗ്രീൻ കളർ എടുത്തു. ഇത് ഞാൻ നേരത്തെ ചെയ്തതാണ്. നെക്സ്റ്റ് നമ്മൾ കുറച്ച് ഫെവിക്കോൾ ഇടണം. ഞാൻ കുറച്ച് ഫെവിക്കോള് ആക്കി കൊടുക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ. ഒന്ന് ഇങ്ങനെ മിക്സഡ് ആക്കി കൊടുക്കാം. നെക്സ്റ്റ് ഇത് അങ്ങനെ പിടിച്ചിട്ട്
ഇപ്പോൾ നമുക്കിത് മുഴുവൻ സെറ്റാക്കണം. ഇത് നമുക്ക് കൈയിൻ്റെ അവസ്ഥ ഉണ്ട്, കൊറോണ പിടിച്ച പോലെ ഉണ്ട്. ഇനി ഡ്രൈ ആയി വരണം ഗൈസ്. ഇതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയാണ് ഇങ്ങനെ കൊടുക്കുന്നത്. ഗൈസ്, അടുത്ത വീട്ടിലെ ശോഭാൻജി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം അമ്മ അവരോട് സംസാരിച്ച് നിൽക്കുകയാണ്. നല്ല നാട്ടുവർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ കുത്തിയിരുന്ന് ഉണ്ടാക്കിയതാണ്. ഇത് ഡ്രൈ ആയി വരണം. അപ്പോൾ ഇതിൻ്റെ ഇവിടെ കോർത്തിടുകയാണ്. അതുകൊണ്ട് സൂചി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ തന്നെ. അപ്പോൾ സൂചിയും കൊണ്ട് കോർത്തെടുക്കണം. അപ്പോൾ ഇത് ഡ്രൈ ആയി വരുന്നവരെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ ഈ പോലൂര് അമ്പലത്തിൻ്റെ പരിപാടികളുടെ പേപ്പേഴ്സ് കാണിച്ചു തരാം. ഇത് ഗൈസ്, ഇതാണ് നമ്മുടെ പോലൂര് അമ്പലത്തിൻ്റെ കൊടിയേറ്റ മഹോത്സവത്തിൻ്റെ പോസ്റ്ററല്ല, ഇത് വീഡിയോകളിൽ കൊടുക്കുന്നതാണ്. ഇതൊക്കെ എല്ലാവരുടെയും അമ്പലത്തിലുള്ള ആൾക്കാരെ പേരാണ്. ഇവിടം തൊട്ടാണ് അമ്പല പരിപാടികൾക്ക് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് ഞായറാഴ്ചയാണ്, പിന്നെ തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, അങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് 7 ദിവസങ്ങളിലാണ്. അപ്പോൾ വരാൻ കഴിയുന്നവർ വരിക. അപ്പോൾ നമ്മൾ ഏകദേശം ഇതൊക്കെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ കോർത്തിടാം. നമ്മളൊന്ന് കോർത്തു. രണ്ടെണ്ണം ഇട്ടു. തേർഡ് വൺ
ഫസ്റ്റ് നാലാമത്തെ എഴുതാം. നാലാമത്തെ ഇട്ടു, അഞ്ചാമത്തെ ഇട്ടു, ആറാമത്തെ ഇട്ടു, പിന്നെ ഇതിൽ പശ ആക്കുന്നത് ഇത് കളറും പിടിക്കും അതിൽ. പിന്നെ പശ ആക്കി കഴിഞ്ഞാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കുമ്പോൾ അതിൻ്റെ ഇത് അതിൻ്റെ അവിടെ അങ്ങനെ ഇതായി കിടക്കുന്ന പേപ്പേഴ്സ് ചുളുങ്ങി കിടക്കുന്നതൊന്നും വിട്ട് പോരാണ്ടിരിക്കാനാണ് അവിടെ പശയും കൂടി ആഡ് ചെയ്ത് കളർ കൊടുക്കുന്നത്. ഇപ്പൊ വിളിക്കാം. നമ്മളിത് ഇത്ര വരെ ഇത്ര വരെ. അപ്പോൾ ഈ പൂവ് ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റ് ചെയ്യണേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ബൈ ബൈ.